ഹായ് ഫ്രണ്ട്സ്, ഇത് അരുണാണ്. നമ്മുടെ 2 വർഷമായിട്ടുള്ള മുന്തിരിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നമ്മൾ 2 വർഷം മുമ്പാണ് മുന്തിരി വീട്ടിൽ കൊണ്ടുപോയി നട്ടത്. നട്ട് ഞങ്ങളൊരു 6 മാസം കാര്യമായിട്ട് ഇതിന് വലിയ നോക്കിയൊന്നുമില്ല. കാരണം വീട്ടുകാരെല്ലാവരും പറഞ്ഞു ഇതും കൂടെ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇത് ചുമ്മാ കിടക്കുമായിരുന്നു. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു കമ്പൊക്കെ വെച്ച് കൊടുത്ത് ഇതിനിങ്ങനെ മുകളിൽ കയറ്റി വിട്ടു. അപ്പോൾ അതിനുശേഷം ഒരു എന്താ പറയുക, ഒരു വലയൊക്കെ വെച്ച് കൊടുത്ത് നമ്മളതിനെ ഒരു പന്തലിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഏകദേശം 2 വർഷം ആയി ഇത് നട്ടിട്ട്. 2 വർഷം അതിൽ 6 മാസം കൂട്ടണ്ട, 6 മാസം കാര്യമായിട്ട് കെയറൊന്നും ചെയ്തില്ല. അതിനുശേഷം പിന്നീട് നമ്മളതിന് പ്രോപ്പറായിട്ട് കെയർ ചെയ്തു, കയറ്റി വിട്ടു. അപ്പം ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് പലരും ചോദിച്ചിരുന്നു എന്ത് കെയറാണ് നമുക്ക് മുന്തിരി കൊടുക്കേണ്ടത്, അതുപോലെ കേരളത്തിൽ മുന്തിരി കായ്ക്കുമെന്ന് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ മുന്തിരി കായ്ക്കും കൊടുക്കും, പക്ഷേ പ്രോപ്പറായിട്ട് കെയർ കൊടുക്കണേ. പലരും കരുതുന്നത് കേരളത്തിൽ മുന്തിരി കായ്ക്കില്ലെന്ന് കേട്ടോ. പക്ഷേ മുന്തിരി കായ്ക്കും. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് മുന്തിരി നട്ടു പക്ഷേ റിസൾട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മുടെ മുന്തിരി നട്ടിട്ട് കായ്ച്ചു കേട്ടോ. നമുക്ക് കാണിച്ചു തരാവേ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ അടുത്തോണ്ടാ. അധികം കായില്ല, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുന്തിരി ഈ ലെവലിൽ ആദ്യമായിട്ട് കായ്ച്ചതാണ് കേട്ടോ. ഫസ്റ്റ് തവണ കായ്ച്ചതാണേ. ഇവിടെയൊക്കെ എൻ്റെ കായുണ്ട്, കാണാമെന്ന് കരുതുന്നു. ഒത്തിരി കായ്ച്ചില്ല, കുറച്ചേ കായ്ച്ചുള്ളൂ. ഇത് ഇവിടെയും കാണാൻ പറ്റും. മുന്തിരി കായ്ച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെയും കാണാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 20 ഡേയ്സ് കഴിഞ്ഞ് നമുക്കിത് പറിക്കാറായിട്ടുണ്ട്. 20 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് പറിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. ആദ്യമായിട്ട് ആണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ മുന്തിരി നമുക്ക് കായ്ക്കാൻ വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒന്ന് ശ്രദ്ധാപൂർവ്വം കേൾക്കുക. ഫസ്റ്റ് നമ്മൾ ഈ മുന്തിരി നടുമ്പോൾ തന്നെ അത്യാവശ്യം വെട്ടം ഉള്ളിടത്ത് നടണം കേട്ടോ. ഇപ്പോൾ വെട്ടം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഇത് കായ്ക്കില്ല. നമുക്കിവിടെ നല്ല സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. ഇപ്പോൾ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ കായ്ക്കില്ല കേട്ടോ. അതുപോലെ നമുക്ക് പ്രോപ്പറായിട്ട് വെള്ളം ഒഴിക്കണം. ആഴ്ചയിൽ നമുക്കൊരു 3 ദിവസം, അതായത് 1.5 ദിവസം വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടുള്ള ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചൂടുള്ള ക്ലൈമറ്റിലും മുന്തിരി ഉണ്ടാകും. പലരും പറഞ്ഞിട്ടുണ്ട് മുന്തിരിക്ക് ഭയങ്കര പുളിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഓരോ വെറൈറ്റി അനുസരിച്ച് മാറ്റം വരും. പുളി ഉള്ളതുകൊണ്ട്, പുളി ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഈ കമ്പം ഭാഗത്തു നിന്ന് വരുന്ന മുന്തിരി തൈ വാങ്ങിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അത് മുന്തിരിക്ക് ഇടേണ്ട വളങ്ങളുണ്ട്. വളങ്ങൾ പറയുമ്പോൾ ചാണകം ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കുറച്ച് മുന്തിരി ഉള്ളൂ, മീൻസ് ഒരു വീട്ടിലൊരു 3-4 മുന്തിരി ചെടി ഉള്ളെങ്കിൽ ചാണകം മാത്രം മതി. ചാണകവും കടലപ്പിണ്ണാക്കും മതി. കടലപ്പിണ്ണാക്ക് പക്ഷേ നമുക്ക് ഒരു ദിവസം മുമ്പേ അത് നിങ്ങളൊന്ന് പുളിപ്പിച്ച് വെക്കണം. അതായത് തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വളം ഇടുന്ന ദിവസങ്ങളിൽ 2 പ്രാവശ്യം നിങ്ങൾ നനയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ വളം ഇടാത്ത സമയത്താണെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം നനച്ചാൽ മതി. പിന്നെ അത്യാവശ്യം ഈ രീതിയിലൊക്കെ ഇത് പടർന്ന് വരുമ്പോൾ, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലൊക്കെ പടർന്ന് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ നിങ്ങളിത് വെട്ടിവിടണം. വെട്ടിവിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഈ മുന്തിരിയുടെ അറ്റങ്ങൾ മാത്രം കണ്ടിച്ചളയുക. അറ്റം, അത് വള്ളികളുടെ അറ്റം ഉണ്ടല്ലോ, അതായത് ഇപ്പം ഈ മുന്തിരി വള്ളി കാണാം. അപ്പം ഇതിൻ്റെ അറ്റം മാത്രം കുറച്ച് കണ്ടിച്ചളയുക, ലേശം കണ്ടിച്ചളയുക. അതിനുശേഷം ഇതിൻ്റെ ഇലയെല്ലാം അങ്ങ് പറിച്ച് കളയണം. അതിനുശേഷം ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്. ചാണകപ്പൊടിയും അതുപോലെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് വെച്ച കടലപ്പിണ്ണാക്കും കൂടെ ഒഴിച്ച് കൊടുക്കുക. പിന്നീട് ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് തളിപ്പിളൊക്കെ വന്നു തുടങ്ങും. ആ തളിപ്പിൻ്റെ കൂടെ നമുക്ക് മുന്തിരിയും കാണാൻ പറ്റും കേട്ടോ. മുന്തിരി ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടോ ഈ രീതിയിൽ വന്നേക്കുന്ന തളിപ്പിലാണ്, മനസ്സിലായോ? ഉണ്ടോ ആ ഒരു തളിപ്പിൻ്റെ ഒരു ശക്തി ഉണ്ടോ? ഇത്രയും ശക്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കായ ഉണ്ടാകും. ഇതിപ്പം നമ്മൾ വെട്ടിവിട്ട ശേഷം വന്ന ഒരു തളിപ്പാണ്, വന്ന ഒരു ശകരമാണ്. ഇവിടുന്നത് വന്നതാണ് വെട്ടിവിട്ട ശേഷം. അപ്പോൾ ഇങ്ങനെ വെട്ടിവിട്ട ശേഷം വരുന്ന ഈ ശകരത്തിലാണ് നമുക്ക് കായ ഉണ്ടാകുന്നത്. ഇവിടെയും കാണാൻ പറ്റും. ഇതാണ് ആദ്യമായിട്ട് ഉണ്ടായി വന്നത്. അപ്പോൾ വെട്ടിവിട്ട ശേഷം വന്ന ശകരത്തിലാണ്. അല്ലാണ്ട് നമ്മൾ നേരത്തെ നിൽക്കുന്ന ശേഖരത്തിലല്ല ഇത് കായ്ക്കുന്നത്. വെട്ടിവിട്ട ശേഷം പിന്നീട് ഇങ്ങനെ പൊട്ടിക്കിളുത്ത് വരുന്ന ആ ശേഖരത്തിൽ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ആദ്യമായിട്ടുണ്ടായതുകൊണ്ടെന്ന് തോന്നുന്നു. അധികം കായ്ച്ചിട്ടില്ല, ചെറിയ പൂവായിരുന്നു കേട്ടോ. ആ പൂ വരുന്നതനുസരിച്ച് ആ ഒരു തണ്ടിൻ്റെ കട്ടിയൊക്കെ നോക്കിയിട്ട് നല്ല കട്ടിയുള്ള തണ്ടാണ്. നിങ്ങൾ നന്നായിട്ട് വളമൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ തണ്ട് കട്ടി അങ്ങ് കൂടും.
അപ്പോൾ നല്ലൊരു കട്ടി ഉണ്ടെങ്കിലേ ഉള്ളൂ ഒത്തിരി വലിയ കുലയുണ്ടാവുള്ളൂ. അതുപോലെ ഈ കായ്ക്കാണെങ്കിൽ വലിപ്പം ഉണ്ടാവുള്ളൂ. ഈ പലരും പറയും ഇത് പുളിയാണെന്ന് പറയും. അത് പുളി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഓരോ വെറൈറ്റിയിലാണ്. അപ്പോൾ കേരളത്തിലും മുന്തിരി നന്നായിട്ട് കായ്ക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ മുന്തിരി ഒന്ന് ടേക്ക് കെയർ ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്ന് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്തിരി ഇവിടെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ കാണാവേ.